കേരളത്തിലെ ചെറുപ്പക്കാർ BA-കാരികളെയും BCom-കാരികളെയും കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനു കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും BA-കാരികൾക്കും BCom-കാരികൾക്കും അതിൻ്റെ അഹങ്കാരം ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ BSc-കാരെ കല്യാണം കഴിച്ചവർ അനുഭവത്തിൽ നിന്ന് പറയുന്നത് അവർക്ക് സയൻസ് പഠിച്ചതിൻ്റെ ഒരു അഹങ്കാരവും തൻപ്രാമാദിത്വവും ഉള്ളതുകൊണ്ട് കുടുംബജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ അവർ മുന്നോട്ട് വരാറുണ്ട് എന്നാണ്. ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുവാൻ BA-കാരികളും BCom-കാരികളും തയ്യാറാണെങ്കിലും BSc-കാരികൾ അതിന് തയ്യാറാവുകയില്ല. എന്ന് മാത്രമല്ല, അമ്മായിയമ്മയോട് പോലും തർക്കുത്തരം പറയുകയും കുടുംബകലഹം ഉണ്ടാക്കുകയും ചെയ്യുന്നത് BSc-കാരികളുടെ ഒരു സ്വഭാവമാണ്. പരമ്പരാഗതമായി നമ്മുടെ കുടുംബത്തിൽ ശീലിച്ചുള്ള പല കാര്യങ്ങളും തെറ്റാണെന്നും അശാസ്ത്രീയമാണെന്നും ചൂണ്ടിക്കാണിക്കുവാൻ BSc-കാരികൾ മുന്നോട്ട് വരാറുണ്ട്. പഴം പൊരിച്ച എണ്ണയിൽ ചിക്കൻ പൊരിക്കുന്നതും അതേ എണ്ണയിൽ ബിരിയാണി ഉണ്ടാക്കുന്നതും ക്യാൻസർ ഉണ്ടാക്കുമെന്ന് BSc-കാരി അമ്മായിയമ്മയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അമ്മായിയമ്മ പരമ്പരാഗതമായി തങ്ങളുടെ ഗ്രാമത്തിൽ പാകം ചെയ്ത രീതികൾ മാറ്റുവാൻ ഇഷ്ടമില്ല. അസുഖങ്ങൾ ഉണ്ടാവുന്നതും ആപത്തുകൾ വരുന്നതും പടച്ചവൻ്റെ നിയന്ത്രണത്തിലാണെന്നും നാം അതിനെക്കുറിച്ച് കൂടുതലായി ആലോചിക്കേണ്ടതില്ലെന്നും അമ്മായിയമ്മ മരുമോളെ ഉപദേശിക്കുന്നു. എന്നാൽ BSc-കാരികളായ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ആദർശനിഷ്ഠകൾ സ്വീകരിക്കുവാൻ തയ്യാറല്ല. അവർ ശാസ്ത്രത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ശാസ്ത്രം കഴിഞ്ഞേ അവർക്ക് മതവിശ്വാസത്തിൽ താല്പര്യമുള്ളൂ. അതുപോലെ BSc-കാരികളായ പെൺകുട്ടികൾ കുട്ടികളെ മദ്രസയിൽ അയക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം ഉസ്താദ് വീട്ടിൽ വന്ന് കോച്ചിങ് കൊടുത്താൽ മതിയെന്ന് നിർബന്ധം പിടിക്കുന്നു. മദ്രസയിൽ പോകാതെ മതപരമായ സംസ്കാരവും ജീവിതശൈലിയും വളർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്ന് അമ്മായിയമ്മ പറയുമെങ്കിലും മരുമകൾക്ക് അത് സ്വീകാര്യമാവുന്നില്ല. മദ്രസയിൽ പോകുന്ന കുട്ടികൾ വേണ്ട പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെന്നും സ്കൂളിലെ പഠനത്തെ ബാധിക്കുമെന്നും BSc-കാരികളായ പെൺകുട്ടികൾ വാദിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് കൂട്ടം ചേർന്നിരുന്ന് സലാത്ത് ചൊല്ലുവാനും ഖുർആൻ പഠിക്കുവാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങളും മതപരമായ സംസ്കാരവും കിട്ടുകയില്ല എന്ന് അമ്മായിയമ്മ ആവലാതിപ്പെടുമ്പോഴും BSc-കാരിയായ മരുമോൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയിലും സമയക്ലിപ്തതയിലുമൊക്കെയാണ് കൂടുതൽ താല്പര്യം. മദ്രസ വിദ്യാഭ്യാസം ആഴ്ചയിൽ 1 മണിക്കൂറോ മാസത്തിൽ 1 മണിക്കൂറോ നൽകിയാൽ മതി എന്ന നിലപാടിലാണ് BSc-കാരികളായ പെൺകുട്ടികൾ. അവർക്ക് കൂടുതൽ ഇഹലോക ചിന്തയാണ്. ശാസ്ത്രം പഠിച്ചാൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുറയുകയും ഇഹലോകപരമായ ഒരു സംസ്കാരം വളർന്നു വരികയും ചെയ്യുമെന്ന് മതപണ്ഡിതന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അതുപോലെ അസുഖം വന്നാൽ ഉസ്താദിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതിലും തങ്ങളുടെ അടുത്ത് പോയി മന്ത്രിപ്പിക്കുന്നതിലും BSc-കാരികളായ പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമില്ല. അസുഖം വരുമ്പോൾ ഡോക്ടറെ തന്നെ കാണണമെന്ന് BSc-കാരികൾ വാശി പിടിക്കുന്നു. എന്ന് മാത്രമല്ല, ഡോക്ടർമാർ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമായി അവർ തരംതിരിക്കുന്നുമുണ്ട്. MBBS ഡോക്ടർമാർ ഒറിജിനൽ ഡോക്ടർമാരാണെന്നും ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി ഡോക്ടർമാർ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർമാരാണെന്നും BSc-കാർ അമ്മായിയമ്മയോട് വാദിക്കുന്നു. എന്നാൽ അമ്മായിയമ്മ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ MBBS ഡോക്ടർമാരുടെ സ്വഭാവം മോശമാണെന്നും ഫീസ് കൂടുതലാണെന്നും വലിയ ഗുളികകൾ ധാരാളമായി കഴിക്കാൻ നിർബന്ധിക്കുമെന്നും ചിലപ്പോൾ ഇഞ്ചക്ഷന് പോലും ആവശ്യപ്പെടുമെന്നും ഒക്കെയാണ്. അമ്മായിയമ്മക്ക് ഹോമിയോ മരുന്നിലാണ് കൂടുതൽ താല്പര്യം. അതിന് കാരണം ഫീസ് കുറവായതും ഡോക്ടറുടെ പെരുമാറ്റം കുറെ കൂടി മെച്ചമായതുകൊണ്ടും പഞ്ചസാര മിഠായി പോലെയുള്ള മരുന്നുകൾ ലഭിക്കുന്നത് കൊണ്ടുമാണ്. എന്നാൽ BSc-കാരിയായ മരുമകൾക്ക് MBBS ഡോക്ടർ മാത്രമാണ് ഡോക്ടർ എന്ന ഒരു ധാരണ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. MBBS ഡോക്ടർമാർ പറയുന്നത് വേദവാക്യം പോലെ അവൾ അനുസരിക്കുന്നു. അവൾക്ക് MBBS ഡോക്ടർ ദൈവതുല്യനാണ്, ചിലപ്പോൾ ദൈവമായി തന്നെയും കണക്കാക്കുന്നു. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അമ്മായിയമ്മക്ക് വലിയ നിർബന്ധമുണ്ട്. എന്നാൽ BSc-കാരിയായ മരുമകൾ പറയുന്നത് ബിരിയാണി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ്. എന്നാൽ നെയ്ച്ചോറും കോഴി പൊരിച്ചതും കൊടുക്കാമെന്ന് പറയുമ്പോൾ മരുമകൾ പറയും അത് ശരിയാവുകയില്ല, അതും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. അങ്ങനെ അതിഥികൾക്ക് കൊടുക്കുന്നത് ചപ്പാത്തിയും പച്ചക്കറി കറിയും മാത്രമാണ്. അതിൻ്റെ കൂടെ 1 സ്പൂൺ അച്ചാർ പോലും കൊടുക്കാൻ സമ്മതിക്കുകയില്ല. ഈ മരുമകൾ വീട്ടിൽ വന്നതിന് ശേഷം അച്ചാർ വാങ്ങുന്നത് പോലും നിർത്തിയിരിക്കുകയാണ്. അച്ചാർ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് BSc-കാരികൾ വാദിക്കുന്നു. കുട്ടികൾക്ക് ചായയും കാപ്പിയും കൊടുത്ത് യഥാർത്ഥ മലയാളികളായി വളർത്തിയെടുക്കാൻ അമ്മായിയമ്മ ശ്രമിച്ചപ്പോൾ മരുമകൾ പറയുന്നത് ചായയും കാപ്പിയും ഹോർലിക്സും ബോൺവിറ്റയും കൊടുക്കാൻ പാടില്ല എന്നാണ്.
അതിനു പകരം പാല് കൊടുക്കാൻ അമ്മായിയമ്മ ശ്രമിച്ചപ്പോൾ മുതിർന്ന കുട്ടികളുടെ ആമാശയത്തിന് പാല് ദഹിപ്പിക്കാൻ കഴിയുകയില്ലെന്നും പാല് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും മരുമോൾ വാദിക്കുകയുണ്ടായി. ഈ BSc കാരിയുടെ തലക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അമ്മായിയമ്മ വിചാരിക്കുന്നത്. കുട്ടികൾക്ക് മരുമോൾ കൊടുക്കുന്നത് സാലഡുകൾ മാത്രമാണ്. എൻ്റെ പേരക്കുട്ടികളെ കന്നുകാലികളെപ്പോലെ ഇവൾ കണക്കാക്കുന്നുവെന്ന് അമ്മായിയമ്മ നിരന്തരമായി പരാതിപ്പെടുന്നു. BA കാരികളെയും BCom കാരികളെയും കല്യാണം കഴിച്ച ചെറുപ്പക്കാർ വൈകുന്നേരം കുടുംബസമേതം ടൗണിൽ പോവുകയും ഷവർമയും ജിലേബിയും കല്ലുമ്മക്കായും കഴിച്ച് സന്തോഷമായി മടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ BSc കാരികളെ കല്യാണം കഴിച്ച നിർഭാഗ്യവാന്മാർക്ക് വൈകുന്നേരം ടൗണിൽ പോയാൽ ഷവർമ ഔട്ട്ലെറ്റിൽ കയറാൻ പറ്റുകയില്ല. ഭാര്യ അതിന് സമ്മതിക്കുകയില്ല. ജിലേബി കഴിക്കാൻ പറ്റുകയില്ല, അതും ഭാര്യ സമ്മതിക്കുകയില്ല. കുട്ടികൾക്ക് കല്ലുമ്മക്കായയോ മിഠായിയോ അലുവയോ റൊട്ടിയോ ബെന്ന് പോലുമോ വാങ്ങിച്ചു കൊടുക്കുകയില്ല, അതൊന്നും ഭാര്യ സമ്മതിക്കുകയില്ല. അവൾ ആകെ വാങ്ങുന്നത് ചില പ്രത്യേകതരം ബിസ്ക്കറ്റുകളും പഴങ്ങളും അണ്ടിപ്പരിപ്പും മാത്രമാണ്. ആപ്പിളും മുന്തിരിയും ഓറഞ്ചും മാത്രമാണ് അവളുടെ ഷോപ്പിംഗ്. ഇത്തരത്തിൽ BSc കാരികളെ കല്യാണം കഴിച്ചാൽ ജീവിതം ബോറായി മാറുമെന്നും ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും ചെറുപ്പക്കാർ പരാതിപ്പെടുന്നു. അതുപോലെ BA കാരും BCom കാരുമായ പെൺകുട്ടികൾ ടെലിവിഷൻ കണ്ട് വിജ്ഞാനം വർദ്ധിപ്പിക്കുകയും പുതുധാരയുമായി ലയിച്ചു ചേരുകയും ചെയ്യുന്നു. എന്നാൽ BSc കാരികൾക്ക് ടെലിവിഷൻ അലർജിയാണ്. അവർ പുസ്തകങ്ങൾ വായിക്കുന്നു. അപകടകരമായ പുതിയ പുതിയ ആശയങ്ങൾ അവർ ഓരോ ദിവസവും മുന്നോട്ട് വെക്കുന്നു. കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ കാറിൽ പോകുന്നത് തറവാട്ടിലെ പാരമ്പര്യത്തിന് യോജിച്ചതാണെന്ന് ഭർത്താവും അമ്മായിയമ്മയും വിചാരിക്കുന്നു. എന്നാൽ BSc കാരിക്ക് പൊതുഗതാഗതത്തോടാണ് താല്പര്യം. എല്ലാവരും കാർ ഉപയോഗിച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്നും ബസ്സുകളിലും തീവണ്ടികളിലും യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ പരിഷ്കാരികൾക്ക് യോജിച്ചതെന്നും മരുമകൾ വാദിക്കുന്നു. ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരു കാറിൽ പോകുന്നതിൻ്റെ ഇരട്ടി ചെലവും ഇരട്ടി സമയവും വേണം തീവണ്ടിയിൽ യാത്ര ചെയ്യാനെന്ന് വാദിച്ചാലും മരുമകൾക്ക് കാശെത്ര ചെലവായാലും തീവണ്ടിയിലും അതുപോലെയുള്ള പൊതുഗതാഗത മാർഗങ്ങളിലും തന്നെ യാത്ര ചെയ്യണമെന്ന് വലിയ നിർബന്ധമുണ്ട്. ഇത്തരത്തിൽ BSc കാരികളെ കല്യാണം കഴിച്ചവരൊക്കെ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ BCom കാരികളെയും BA കാരികളെയും മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് നിർബന്ധം പിടിക്കുകയാണ്.